KSUവിൻ്റെ പരാതികൾ ചെവിക്കൊള്ളാതെ മുന്നോട്ട് പോവുകയാണോ മുഖ്യമന്ത്രി? ഇതാണ് ഇപ്പോഴത്തെ വലിയ ചോദ്യം. കാരണം കഴിഞ്ഞ ദിവസം KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറിനെ കണ്ടിട്ട് കാണാതെ പോയി എന്നും ചില പരാതികളുണ്ട്. പക്ഷേ അലോഷ്യയ്ക്ക് ആ പരാതിയൊന്നും ഇല്ല. അലോഷ്യസ് പറയുന്നത് സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ തിരക്കുകൊണ്ട് അങ്ങനെ കാണാതെ പോയതായിരിക്കും എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ KSUവും മുഖ്യമന്ത്രിയുമായുള്ള പ്രശ്നങ്ങൾ ചെറുതല്ല. ഒരു ഗവൺമെൻറ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ വഴക്കാണ്. അത് മാധ്യമ വിഭാഗം, അതായത് കോൺഗ്രസിൻ്റെ മാധ്യമ വിഭാഗം പോലും ഏറ്റെടുത്തു. പിന്നീട് ചില യുവ നേതാക്കളും ഈ വിഷയത്തിൽ അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങി. ചിലർ ഈ നീക്കത്തിനെതിരെ ശക്തമായി ആഞ്ഞടിച്ചു. അങ്ങനെ പ്രശ്നങ്ങൾ പലതരത്തിൽ ഉയരുകയാണ്. വിഷയം ഗവൺമെൻറ് പ്ലീഡർ നിയമനം തന്നെയാണ്. പല കാര്യങ്ങളും, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസോ KSUവോ പറയുന്നത് കേൾക്കാൻ മുഖ്യമന്ത്രി താൽപ്പര്യം കാണിക്കുന്നില്ല എന്നാണ് പരാതി. അത് പരസ്യമായി പറയുന്നില്ല എങ്കിലും അവരുടെ ഇടയിൽ വലിയ ചർച്ചയാണ്. ചർച്ച ശക്തി പ്രാപിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കാരണം KSUവിനാണ് ഏറ്റവും വലിയ പരാതി. KSUവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വിഘാതമുണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചിരുന്ന SFIയുടെ ഒരു നേതാവിനെ ഗവൺമെൻറ് പ്ലീഡറാക്കി നിയമിച്ചു എന്നുള്ളതായിരുന്നു തുടക്കം മുതലുള്ള പരാതി. എന്നാൽ ഇതിന് മറുപടിയായി മുഖ്യമന്ത്രി എത്തുകയും ചെയ്തു. KSUവിൻ്റെ വാദങ്ങളെ അല്ലെങ്കിൽ KSUവിൻ്റെ അഭിപ്രായങ്ങളെ തള്ളിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. അതാണ് KSU നേതാക്കളെ വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ചില നേതാക്കൾ പരസ്യമായിട്ടല്ലെങ്കിൽ തന്നെയും ചില മറുപടികളൊക്കെ പറയുന്നുണ്ട്. KSU സംസ്ഥാന പ്രസിഡന്റും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. KSU പറയാനുള്ളത് പറയും, അതിൽ ഒരു മാറ്റവുമില്ല. ചില അഭിപ്രായങ്ങൾ പറയാൻ KSUവിന് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം KSUവിന് തന്നിട്ടുണ്ട് എന്നും അവർ തന്നെ പറയുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം എറണാകുളത്തെ ഒരു ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുക്കാനെത്തിയപ്പോൾ KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ കണ്ടതായി നടിച്ചില്ല എന്നുള്ളതാണ് പുതിയൊരു പരാതി അല്ലെങ്കിൽ പുതിയൊരു സംഭവമായി ഉയരുന്നത്. പക്ഷേ അതിനും KSU അധ്യക്ഷന് മറുപടി ഉണ്ടായിരുന്നു. കാണാതെ പോയതല്ല, തിരക്കായതുകൊണ്ട് അദ്ദേഹം കണ്ടില്ല എന്ന് ആയിരുന്നു KSU അധ്യക്ഷൻ പറഞ്ഞു വെച്ചത്. നിലവിൽ ഇത്തരം പ്രശ്നങ്ങൾ, അതായത് തുടക്കത്തിൽ തന്നെ KSUവും യൂത്ത് കോൺഗ്രസും ഒക്കെ ചില പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ ഉയർത്തുകയാണ്. അവർ പറയുന്നതിൽ ന്യായമുണ്ട് എന്നാണ് ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കളും പറയുന്നത്. കാരണം കോൺഗ്രസ് വളരണമെങ്കിൽ KSU വേണം. KSU വളർന്നാൽ മാത്രമേ യൂത്ത് കോൺഗ്രസ് ഉണ്ടാവുകയുള്ളൂ. യൂത്ത് കോൺഗ്രസ് വളർന്നാൽ മാത്രമേ കോൺഗ്രസ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ KSU പറയുന്ന ചില കാര്യങ്ങൾക്കൊക്കെ വില കൊടുക്കണം എന്നാണ് മുതിർന്ന നേതാക്കന്മാർ പറയുന്നത്. ഈ ഗവൺമെൻറ് പ്ലീഡർ നിയമനത്തിലാണ് ഇപ്പോൾ KSUവിന് വല്ലാത്ത വിയോജിപ്പുള്ളത്. കാരണം ലോ കോളേജിൽ KSUവിൻ്റെ യൂണിറ്റ് പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ പ്രവർത്തിച്ച ഒരു നേതാവിന് ഗവൺമെൻറ് പ്ലീഡർ സ്ഥാനം നൽകുന്നു എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും വിഷയം വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പാർട്ടിക്കകത്ത് ചർച്ചയായില്ല എങ്കിലും പുറത്ത് ചർച്ചയാണ്. ഇതിനിടയിൽ ഗ്രൂപ്പിനുള്ളിലെ പ്രശ്നങ്ങളുമൊക്കെയായി പലതരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വ്യാഖ്യാനിക്കപ്പെടുകയാണ്. എന്തായാലും പരസ്യമായി തന്നെയാണ് മുഖ്യമന്ത്രി അന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്, ഗവൺമെൻറ് പ്ലീഡർ നിയമനത്തിൽ ഒരു തരത്തിലുള്ള പരാതിയുമില്ല. അത്തരത്തിൽ ഒരു KSU എന്ന് പറയുന്ന ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ലോ കോളേജ് യൂണിറ്റിൻ്റെ പരാതി ചെവിക്കൊള്ളേണ്ട എന്ന തരത്തിൽ തന്നെ അദ്ദേഹം അന്ന് പറഞ്ഞു വെക്കുകയും ചെയ്തു. ഇതായിരുന്നു അവരെ വല്ലാതെ ചൊടിപ്പിച്ചത്. എന്തായാലും KSU ഈ വിഷയത്തിൽ നിന്ന് പിന്മാറുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടേയില്ല. വിഷയം ഉയർത്തി മുന്നോട്ട് പോകാൻ തന്നെയാണ് അവരുടെയും നീക്കം. ഇതിനൊക്കെ ഇവർക്ക് ചില പിൻബലമുണ്ട്, ചില ആളുകളുടെ സഹായമുണ്ട്. ആ സഹായം കിട്ടുന്നിടത്തോളം കാലം KSU ശക്തമായി പൊരുതി തന്നെ മുന്നോട്ട് പോകും. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ പോക്ക്, അദ്ദേഹം കൃത്യമായ വഴിയിലൂടെയാണ് പോകുന്നതെന്ന് പറഞ്ഞു വയ്ക്കുന്നു. ഈ മന്ത്രിസഭ അധികാരമേറ്റപ്പോൾ മുതൽ തന്നെ പ്ലീഡർ നിയമനവും ഗവൺമെൻറ് പ്ലീഡർ നിയമനവും ഒക്കെ വലിയ തരത്തിൽ വിവാദമായിരുന്നു. പ്രത്യേകിച്ചും ശബരിമലയുമായി ബന്ധപ്പെട്ട് ആ സ്വർണ്ണ വിവാദത്തിൽ അകപ്പെട്ടു പോയ ഒരു കമ്പനിയുടെ അഭിഭാഷകനെ ദേവസ്വം പ്ലീഡറാക്കി വെച്ചത് ആദ്യ ചർച്ചയായി മാറി. അതിന് തൊട്ടു പിന്നാലെ KSUവിൻ്റെ യൂണിറ്റ് പ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കിയ ആളിനെ ഗവൺമെൻറ് പ്ലീഡറാക്കി എന്നുള്ളത് മറ്റൊരു തരത്തിൽ വിഷയമാകുന്നു. അങ്ങനെ ഗവൺമെൻറ് പ്ലീഡർ നിയമനം വലിയ തരത്തിൽ ചർച്ചയാകുമ്പോഴാണ് KSU അവരുടെ തടസ്സവാദം ഉന്നയിക്കുന്നത്. ഇനി ഇവർ തമ്മിൽ ചർച്ച നടത്തുമോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി
കാണാൻ KSU നേതാക്കന്മാർ സമയം ചോദിച്ചിട്ട് നൽകിയില്ല എന്നുള്ളതാണ് പുതിയ പരാതി. എന്താണ് ഇങ്ങനെ പറയാൻ കാരണം എന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട്. ഒരു പക്ഷേ സമയമില്ലാത്തത് കൊണ്ടാകാം മുഖ്യമന്ത്രി കാണാൻ അവസരം നൽകാത്തത് എന്നാണ് KSUവിൻ്റെ നേതാക്കൾ പറയുന്നത്. നിലവിൽ KSU പ്രത്യക്ഷത്തിൽ പരാതികൾ പറയുന്നില്ല എങ്കിൽ തന്നെയും പരാതികൾ അവർ പറയേണ്ടവരിടത്ത് പറഞ്ഞു കഴിഞ്ഞു. കാരണം നമ്മൾ കണ്ടതാണ്, നമ്മൾ കേട്ടതാണ് ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിന് കേരളത്തിൽ നടന്ന നാടകങ്ങൾ. കേരളത്തിൽ മാത്രമല്ല, ഡൽഹിയിൽ അത്തരം നാടകങ്ങളൊക്കെ നടന്ന സമയത്ത് ചില ആളുകൾ വളരെ നിശബ്ദരായി ഇതൊക്കെ കണ്ടു നോക്കി നിന്നിരുന്ന നേതാക്കന്മാരുണ്ടായിരുന്നു. അവരുടെ പിന്തുണ ഈ KSUവിനുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഇവർ അപകടകാരികളാകുമെന്ന് വ്യക്തമായി മുഖ്യമന്ത്രിക്ക് അറിയുകയും ചെയ്യാം. അതുകൊണ്ടാണ് അദ്ദേഹം ചില സമയങ്ങളിലൊക്കെ ചില ആളുകളോട് മൗനം പാലിച്ച് മുന്നോട്ട് പോകുന്നതെന്ന് പറയാം. നിലവിൽ ഇപ്പോൾ ഈ ഗവൺമെൻറ് പ്ലീഡർ നിയമനം ചെറിയ പ്രശ്നമായി തീരുമെന്ന് തോന്നുന്നില്ല. കാരണം അത് വലിയൊരു പ്രശ്നമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് KSUവിന് ഒപ്പം തന്നെ അവരെ പിന്തുണയ്ക്കുന്ന ചില യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്കും അതിനുമപ്പുറം കോൺഗ്രസിൻ്റെ മാധ്യമ വിഭാഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും താല്പര്യം. അവർ പറയേണ്ട കമൻറ്റുകളൊക്കെ അല്ലെങ്കിൽ പറയേണ്ട അഭിപ്രായങ്ങളൊക്കെ അവർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. തുടക്കത്തിലെ തന്നെ ഒരു മന്ത്രിസഭയ്ക്ക് ഉള്ളിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളാക്കി അത് കല്ലുകടിയായി മാറുമോ എന്നുള്ളതാണ് കോൺഗ്രസിനകത്തെ ചില മുതിർന്ന നേതാക്കന്മാർ ചോദിക്കുന്നത്. പ്രശ്നങ്ങൾ തുടക്കത്തിൽ തന്നെ പരിഹരിച്ചു പോകണം എന്നും ചില നേതാക്കന്മാർക്ക് അഭിപ്രായമുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി ഇതൊന്നും ചെവിക്കൊള്ളുന്നില്ല. അദ്ദേഹത്തിൻ്റെ വഴിയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുന്നു. KSUവിന് പറയാനുള്ളത് അവർ അപ്പുറവും ഇപ്പുറവും നിന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതൊരു വലിയ ചർച്ചയായി മാറാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല.